ഹായ് ഓൾ, വെൽക്കം ടു അനിരുദ്ധ് ശങ്കർ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ദ ലെജൻഡറി കൊല്ലങ്കോട് പാലസിലാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് രാജാവായിരുന്ന വാസുദേവരാജയാണ് 1904 ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ കൊട്ടാരത്തിന് കൊല്ലങ്കോട് കൊട്ടാരം എന്ന പേര് ലഭിച്ചത്. പിന്നീട് അദ്ദേഹം മകൾക്ക് ഈ കൊട്ടാരം സമ്മാനിച്ചു. കേരള പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. 1975 പുരാവസ്തു വകുപ്പ് ഈ കൊട്ടാരം ഏറ്റെടുത്ത് ഒരു മ്യൂസിയമാക്കി മാറ്റി. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. ചെമ്പൂക്കാവിലെ തൃശ്ശൂർ മൃഗശാലയുടെ അടുത്താണ് ഈ കൊട്ടാരത്തിൻ്റെ ലൊക്കേഷൻ. വാസുദേവരാജയുടെ അമൂല്യ ശേഖരങ്ങളും നമുക്കിവിടെ കാണാം. കുറേ മ്യൂറൽ ആർട്സും ഇവിടെയുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് പ്രൗഢഗംഭീരമായ ഒരു ഹാളാണ്. മരത്തിൽ തീർത്ത മേൽക്കൂരയും ഇറ്റാലിയൻ മാർബിളിൽ തീർത്ത നിലവുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണല്ലേ. ശിലായുഗം തൊട്ടുള്ള മൺപാത്രങ്ങൾ കാണാം. ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻസാണ് ഇവിടെ മൺപാത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇതുണ്ടാക്കിയവരെ സമ്മതിച്ചേ പറ്റൂ. ഇവിടുത്തെ പാത്രങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓരോരുത്തരുടെ കുലത്തൊഴിലനുസരിച്ചുള്ള വ്യത്യസ്തമായ പാത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. പുലിക്കളിയുടെയും കുമ്മാട്ടിയുടെയും ഒക്കെ മ്യൂറൽ പെയിൻറ്റിങ്സ് നമുക്കിവിടെ കാണാം. പിന്നെ ഈ കൊട്ടാരത്തെ പറ്റിയുള്ള ചരിത്രരേഖകളും. ഈ കൊട്ടാരത്തിലെ അമൂല്യ വിവേകങ്ങൾ അറിയാൻ ഇവിടെ ഒരു കിയോസ്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാ കാണുന്നത് ഒരു പാത്വേ ആണ്. നമ്മൾ കയറി വന്ന് മുതൽ കിച്ചൺ വരെയുള്ള സ്ഥലങ്ങളിലുള്ള ഒരു ദൂരമാണ് ഈ കാണുന്നത്. ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട കുറേ ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാം. ചിലമ്പ്, വാള്, പിന്നെ കാർഷിക ഉപകരണങ്ങളും ഇവിടെ ഉണ്ട്. ഈ മനോഹരമായ മരത്തിൽ തീർത്ത ഗോവണി കയറി ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാം. ഇവിടെ വിശാലമായ മറ്റൊരു ഹോളാണ് കാണുന്നത്. വലിയൊരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പും ഉണ്ട്. പുറത്ത് നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. പുറത്ത് നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്കോട് കൊട്ടാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പാലക്കാടാണെന്ന്. പക്ഷേ ഇത് തൃശ്ശൂരാണ്. 121 വർഷത്തെ പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന്. കൊല്ലങ്കോട് രാജവംശത്തിൻ്റെ യഥാർത്ഥ കൊട്ടാരം പാലക്കാടിലെ കൊല്ലങ്കോടാണ്. ഈ കൊട്ടാരം രാജാവിൻ്റെ ഒരു സമ്മർ പാലസ് പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന രാജവംശമാണ് കൊല്ലങ്കോട് രാജവംശം. ഇവർക്ക് ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ ഹൈദരാലി ആയിട്ട് സഖ്യമുണ്ടായിരുന്നു, ബ്രിട്ടീഷിനെതിരെയായിട്ട്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളെ ആസ്പദമാക്കിയുള്ള പല ചിത്രങ്ങളും ഈ കൊട്ടാരത്തിലുണ്ട്. യേശുദേവൻ്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന മ്യൂറൽ ആർട്സാണ് നമുക്കിവിടെ കാണാം. പിന്നെ ദശരഥ മഹാരാജാവിൻ്റെയും ഭീമൻ്റെയും മഹാഭാരതത്തിലെയും രാമായണത്തിലെയും മറ്റ് സംഭവങ്ങളായി ബന്ധപ്പെട്ട പല മ്യൂറൽ ആർട്സും നമുക്കിവിടെ കാണാം. മുകളിൽ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വലിയ ബാൽക്കണികളും വരാന്തകളും രാജാവ് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും തലപ്പാവും ഒക്കെ ഇവിടെ കാണാം. ഇതൊക്കെയാണ് അകക്കാഴ്ചകൾ. ഇനി പുറത്തുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ ഔട്ട് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഈ കൊട്ടാരത്തിന്. വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസ്. പിന്നെ അന്നത്തെ മെറ്റീരിയൽസിൻ്റെയും വർക്കിൻ്റെയും ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഈ കാണുന്നത് ഒരു വീരക്കല്ലാണ്.
ഇവിടെ ഈ കൊട്ടാരത്തിന് പുറത്ത് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഈ കൊട്ടാരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ചുറ്റുമതിലാണ്. അതിൽ ഇതുപോലെ കുറേ ചരിത്രപരമായ കാര്യങ്ങൾ കുത്തിവരച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും അങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ കാണാം. ഗുരുകുല സമ്പ്രദായത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ കൊട്ടാരത്തിനെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയുമെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടിടാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എല്ലാവരും എൻ്റെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.